ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺകറൻറ്റ് വിസിറ്റിൻ്റെ ഡേ 7 മുതൽ 10 വരെയും പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ ഡേറ്റും ടൈമും പിന്നെ നെയിം ഓഫ് ദ ഏജൻസി, നെയിം ഓഫ് ദ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ എഴുതാം. പിന്നെ ഇന്നത്തേൽ നേരത്തെ ഈ ഒരു 6 ഡേയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 7th വരുന്ന സമയത്ത് വർക്കിംഗ് ഓൺ ദ പ്രൊജക്ട് ഓഫ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് റൂറൽ യൂത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. Like the workers discuss about the field work activities, agency told that motivating the young people about employment is the main aim and trainees are dedicated about this statement. Main aim is to provide the vocational training to the unemployed youth of the community. Pinna trainee checked the population status of the community and found that in recent years there has been an increase in the number of young people aged 18 from 24 years who are not in education, employment or training. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെയും ഇപ്പോഴത്തെ എന്ത് കണ്ടന്റ് ആണോ നിങ്ങൾ അത് വർക്ക് ഡൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഈ വർക്ക് ഡണിൻ്റെ അകത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. Pinna, the fieldwork supervisor told that the aim of this analysis was to develop a better understanding of the circumstances and motivating young people who are not in education, employment or training. Fieldwork supervisor said that it is very necessary to find out how trainees can motivate young people to perceive the purpose of studying. Pinna trainees told that with the help of awareness training can motivate young people about joining the agencies for taking vocational training. Trainees also met with the beneficiaries of the agencies and talked about the process. Workers motivated them to complete the training and get good job after the training period. Pinna workers observed that the main aim of the agency was to motivate the young people about the vocational training so that they can get a good job after completion of the course. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റഫായിട്ട് ഇങ്ങനെ വലിച്ചു വാരി എഴുതിയതുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മീനിങ് ഫുൾ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താണ് എഴുതുന്നത്, നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് നല്ല രീതിയിൽ ഒരു വർക്ക് ഡൺ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും. ലൈക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കൊരു പേടി കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഡേ വൈസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ടീം വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രെയിനീസ് മോട്ടിവേറ്റഡ് ദി യങ് യൂത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീം മെമ്പേഴ്സ് സപ്പോർട്ട്. ഇത്ര മാത്രം എഴുതിയാൽ മാത്രം പോരാ, കുറച്ചും കൂടി എഴുതണം കേട്ടോ. ടീം വർക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് നമ്മളന്ന് ലൈക്ക് ഈ ഒരു ദിവസം എന്താണ് ടീമായിട്ട് ചെയ്തതെന്നുള്ളതും കൂടി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അസൈൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് സൂപ്പർവൈസർ സജസ്റ്റഡ് ടു വർക്ക് വിത്ത് ദ അൺട്രെയിൻഡ് വർക്കേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ഗെയിൻ കോൺഫിഡൻസ് അബൌട്ട് ദ കോഴ്സ്. പിന്നെ ഒബ്സർവേഷൻ റിഗാർഡിംഗ് ക്ലയൻറ്റ് സിസ്റ്റം ആൻഡ് സർവീസ് ഡെലിവറി. അതിൽ ദ എൻജോയ്സ് വർക്കിംഗ് വെൽ ഫോർ ദ മോട്ടിവേഷൻ and employment of the unemployed youth of the community. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസൈൻമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന worker create a list of name of the people who were interested in joining the NGOs. പിന്നെ സോഷ്യൽ വർക്ക് ടെക്നിക് യൂസ്ഡ് അറിയാലോ, ഓരോ ദിവസം എന്താണ് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്സ് ഒരു 2-3 എഴുതുക. ഒന്ന് മോട്ടിവേറ്റിംഗ്, ഇൻസ്പിറേഷൻ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എല്ലാത്തിനും അത് എന്തായാലും നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേഷനും ഒബ്സർവേഷനും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറി മാറി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഫീൽഡ് ഇൻസ്ട്രക്ഷൻ എക്സ്പെക്റ്റഡ് ഫോർ ദ ഫോളോയിങ്. ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ ആസ് ടു ചെക്ക് അബൌട്ട് ദ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ റൂറൽ യൂത്ത് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ചെയ്തിരിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് ബെറ്റർമെൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ അകത്ത് നിന്നൊക്കെ നോക്കി എന്നൊക്കെ പറയുന്നില്ലേ, അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫ് ഒരു 1-2-3-4 ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ ഡേ 8 എന്ന് പറഞ്ഞിരിക്കുന്നത് അഗെയിൻ ഡേറ്റ്, ടൈം, നെയിം ഓഫ് ദ ഏജൻസി, നെയിം ഓഫ് ദ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ, ഫൈൻഡിങ് ഇൻഫർമേഷൻ ഓൺ ദ പ്രോഗ്രാം ഓൺ ദ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെ സ്റ്റുഡൻറ്റ് സോഷ്യൽ വർക്കർ ഡിസ്കസ് വിത്ത് ദ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ അബൌട്ട് ദ ആക്ടിവിറ്റീസ്. ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ സജസ്റ്റഡ് ടു ഫോളോ അപ്പ് ദ ചിൽഡ്രൻസ് ആൻഡ് ഡു റെഗുലർ ആക്ടിവിറ്റി വിത്ത് ദ ചിൽഡ്രൻ. സൂപ്പർവൈസർ ഓൾസോ ടോൾഡ് ടു ഇൻസ്പയർ ദ ചിൽഡ്രൻ ഇൻ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. Pinna student or social worker collect the detail of the NGO. Targeted group of the agency was on the seeking certification for the skill acquired normally. Pinna seeking skill upgradation. Pinna early school dropout and unemployment. Pinna previously child labor and their families. Pinna student or social worker reach out the group of trainers and motivated them to complete the vocational training so that they can get a good job after the training period. Pinna student or social worker told them how many people are now working in the company. പിന്നെ അഗെയിൻ ഇത് സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ട്രെയിനിന്ന് എഴുതിയാൽ മതി കേട്ടോ. ട്രെയിനി സെറ്റ് ദാറ്റ് ദേ വെർ ഗെറ്റിംഗ് എ ഗുഡ് സാലറി, ഗുഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് അതർ അലവൻസസ് ഫോർ എ ഹാപ്പി ലൈഫ്.
പിന്നെ supervisor told the trainee that they also help the people who were in need, like emergency, medical treatment, education and marriage. Again collected the name of, അത് ഞാൻ വായിക്കണില്ല, name of the needy. പിന്നെ School of Social Work met with the counselor of the agencies and got information about the counseling report of the children. പിന്നെ ഇതിങ്ങനെ വൺ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതണ്ട, ഒന്നുകിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലൈക്ക് ഏജൻസി ആൻഡ് ഗോട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ കൗൺസിലിംഗ് റിപ്പോർട്ട് ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ഓൾസോ ഫൗണ്ട് ദ ഇൻഫർമേഷൻ ഓൺ കൗൺസിലിംഗ് സെഷൻ വിത്ത് ദ ചിൽഡ്രൻ. പിന്നെ ഇറ്റ് വാസ് എ നൈസ് സെഷൻ വിത്ത് ദ കൗൺസിലർ ഓഫ് ദ ഏജൻസീസ്. പിന്നെ ഒബ്സർവേഷൻ റിലേറ്റഡ് ദ ഏജൻസി ഫംഗ്ഷനിങ് ഓർ റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനിങ്ങിൻ്റെ അകത്ത് ഏജൻസി ഹാസ് എ ഗുഡ് റിസോഴ്സ് ആൻഡ് യൂസസ് ഇറ്റ് എഫക്റ്റീവ്ലി. NGO സ്റ്റാഫ് വാസ് വെരി ക്രിയേറ്റീവ്. പിന്നെ ടീം വർക്ക്, സ്റ്റുഡൻറ് ഓഫ് സോഷ്യൽ വർക്ക് ഡിഡ് എ ടീം വർക്ക് വിത്ത് ദ കൗൺസിലർ ഓഫ് ദ ഏജൻസീസ് ആൻഡ് ഡിസ്കസ് വിത്ത് ദ കൗൺസിലർ അബൌട്ട് ഹൗ ടു മോട്ടിവേറ്റ് ചിൽഡ്രൻ. പിന്നെ അസൈൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന field work supervisor assigned a regular task. They asked a student or social worker to motivate and inspire the children for betterment of the future. So student of the social work helped the children and inspired them to have a good future with the good education. പിന്നെ ഒബ്സർവേഷൻ, നേരത്തെ ക്ലയൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, അതിൻ്റെ ഒബ്സർവേഷനാണ്. സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഫൗണ്ട് ദാറ്റ് ദ ഏജൻസീസ് ഈസ് ഹെൽപ്പിംഗ് ദ വുമൺ ലിവിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി ബൈ പ്രൊവൈഡിംഗ് ദ നെസസറി വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം. Students of social work found information about the vocational program sponsored by agency. By working with the children, students of social work observed that some children were really looking for a bright future. Training observed the ability to do better in those children. Social work techniques, data collection, principle of acceptance, principle of non-judgmental attitude. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടി കുട്ടി കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെഷൻ്റെ അകത്ത്, ഐ മീൻ ഏതെങ്കിലും ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ലൈക്ക് ഒന്ന് തന്നെ എഴുതണ്ടല്ലോ. പിന്നെ ഫീൽഡ് ഇൻസ്ട്രക്ഷൻ എക്സ്പെക്റ്റഡ് ഫോർ ദ ഫോളോയിങ്. സൂപ്പർവൈസർ അഡ്വൈസസ് ടു കളക്ട് ദ ഇൻഫർമേഷൻ ഓൺ ദ അപ്കമിംഗ് പ്രൊജക്ട് ഓഫ് ദ NGO. Day 9 again ഡേറ്റ് ചെയ്ത, ടൈം ചെയ്ത, നെയിം ഓഫ് ദ ഏജൻസി ചെയ്ത, നെയിം ഓഫ് ദ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ ചെയ്ത. പിന്നെ ടുഡേ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് വിത്ത് അൺഎംപ്ലോയിഡ് യൂത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി ആണ്. എഗെയിൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും ഇതിൻ്റെ അകത്ത് വരും. സോഷ്യൽ വർക്കർ കളക്റ്റഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ടു മോട്ടിവേറ്റ് ദ യങ് ഓഫ് ദ youth of the community. Social worker discussed the field work activities to be performed today. They said that a team is going to the local village to get information on the unemployment youth so that the workers can join the team. Workers was very excited about the visit. Workers met with the other member of the team and found information about the trip. Again, team manager told about how important vocational training is in life. They said vocational education may be classified as teaching procedural knowledge. Workers was unaware about how being without a job affect the life of unemployed individual, and he saw his family beside the economic the country as a whole. Pinne social worker found that one of the major reason for unemployment is a demand supply mismatch, where the skill set required for a job does not match with the skill that an individual possesses. The community people were very poor and they had no money to spend on the children for career growth. Trainee met panchayat members, Anganwadi centers and other individual in the community. Trainee discussed a lot about the unemployed individual. Workers got information that there were number of people in the community who were looking for employment. After that, trainee will talk with the unemployed individual for his interest. ഇവിടെ വില്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഐ മീൻ ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ട്രെയിനി ടോക്ക് വിത്ത് ദി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡിവിജ്വൽ ഫോർ ഹിസ് ഇൻട്രസ്റ്റ്. പിന്നെ വർക്കേഴ്സ് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു ജോയിൻ ദ ഏജൻസി ഫോർ ഗെറ്റിംഗ് ഗുഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കരിയർ ഗ്രോത്ത്. പിന്നെ എന്താണ് ഏജൻസി പ്രൊഫഷണൽ ഓൾസോ അഡ്വൈസ് നോട്ട് ടു ഫോഴ്സ് എനി അൺഎംപ്ലോയ്ഡ് ഇൻഡിവിജ്വൽ ടു എൻറോൾ ഇൻ ദ ഏജൻസി. ഹൗവർ ട്രെയിനി വിൽ മോട്ടിവേറ്റഡ് ദം ടു ജോയിൻ ദ ഏജൻസി ഫോർ ഗെറ്റിംഗ് ഗുഡ് ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ വർക്കേഴ്സ് മോട്ടിവേറ്റഡ് അഗെയിൻ അത് തന്നെ പറഞ്ഞു തന്നെയാണ്. പിന്നെ എന്താണ് ഒബ്സർവേഷൻ റിലേറ്റഡ് ദ ഏജൻസി ഫംഗ്ഷനിങ് ഓർ റിലേറ്റഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ വർക്കർ ഒബ്സർവ്ഡ് ഹൗ ദ ടീം വർക്ക് വിത്ത് ദ അൺഎംപ്ലോയ്ഡ് ഇൻഡിവിജ്വൽ. ദേ ആസ്ക് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദർ ഇൻട്രസ്റ്റ്. ദേ മോട്ടിവേറ്റഡ് ദം ടു ജോയിൻ ദ ഏജൻസീസ്. ടീം വർക്കിൽ വർക്കേഴ്സ് met with several people in today's meeting. Workers got information about how the community is very backward. Worker did good teamwork with the survey team of the agency. Workers found out how they work and how they motivated the unemployed individuals ആണ്.
പിന്നെ അസൈൻഡ് ടാസ്ക് ആണ്. അസൈൻഡ് ടാസ്കിൻ്റെ അത് ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ അഡ്വൈസ് എ ടീം ഓഫ് പ്രൊഫഷണൽ ടു മോട്ടിവേറ്റ് ദ അൺഎംപ്ലോയ്മെൻറ്റ് യൂത്ത് ടു ജോയിൻ ദി ഏജൻസി. പിന്നെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിഗാർഡിംഗ് ക്ലയൻറ്റ് സിസ്റ്റം ആൻഡ് സർവീസ് ഡെലിവറി ആണ്. അതിൽ സോഷ്യൽ വർക്കർ ഫൗണ്ട് ദാറ്റ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് ആസ് ദേ ഹാവ് സം പിന്നെ ഡബിൾ മൈൻഡഡ് ക്വസ്റ്റ്യൻസ് ബട്ട് ദ ടീം മെമ്പർ ക്ലിയർ ദർ ഓൾ ഡൗട്ട് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസൈൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സ് റെക്കോർഡഡ് ദ നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ഹു വെയർ റെഡി ടു ജോയിൻ ദ ഏജൻസി. പിന്നെ സോഷ്യൽ വർക്ക് ടെക്നിക്സ് യൂസ് ഫീൽഡ് വിസിറ്റും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മോട്ടിവേറ്റിംഗുമാണ്. പിന്നെ ഫീൽഡ് ഇൻസ്ട്രക്ഷൻ എക്സ്പെക്ടഡ് ഫോർ ദ ഫോളോയിങ്. അഗെയിൻ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ കെപ്റ്റ് മോട്ടിവേറ്റിംഗ് ദ യൂത്ത് അബൌട്ട് ദ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദി NGO. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഡേറ്റ് എൻ്റെ അകത്ത് അഗെയിൻ ടൈം നെയിം ഓഫ് ദ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ. പിന്നെ ആക്ടിവിറ്റി പെർഫോം ടുഡേൻ്റെ അകത്ത് വിസിറ്റ് ടു ദ കമ്മ്യൂണിറ്റി മോട്ടിവേറ്റ് ദ പീപ്പിൾ ഓഫ് ദ കമ്മ്യൂണിറ്റി അപ്പോൾ ദ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയാനും പിന്നെ അതുപോലെ തന്നെ അറേഞ്ചിങ് എ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇൻ ദ നിയറസ്റ്റ് കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ റിഗാർഡിംഗ് ആയിട്ടുള്ള മീൻസ് കാര്യങ്ങൾ എഴുതുക. സോഷ്യൽ വർക്കർ വിസിറ്റഡ് ദ നിയറസ്റ്റ് കമ്മ്യൂണിറ്റി ടു ഇൻഫോം അബൌട്ട് പീപ്പിൾ അബൌട്ട് ദ അപ്കമിംഗ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓഫ് ദ ഏജൻസി. ട്രെയിനി ഡിസ്ട്രിബ്യൂട്ടഡ് ദ ബ്രോഷേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ അബൌട്ട് ബ്ലഡ് ഡൊണേഷൻ. വർക്കേഴ്സ് told the people about the benefit of the blood donations. അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആ കാര്യം കൂടി വേണമെന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം. സം പിന്നെ സ്റ്റുഡൻസ് ഇൻ ദ വില്ലേജ് വെർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. അത് മറ്റേ നേരത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം കേട്ടാ. ഇങ്ങനത്തെ 2 കാര്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കണം. ലൈക്ക് ഫസ്റ്റ് ഇന്നേ കാര്യത്തിനെ കുറിച്ചിട്ടാണ്, രണ്ടാമത് പിന്നെ ഇന്നേ കാര്യത്തിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. വർക്കർ മോട്ടിവേറ്റഡ് ദ പീപ്പിൾ അബൌട്ട് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആഫ്റ്റർ ദാറ്റ് ട്രെയിനി റിട്ടേൺ ബാക്ക് ടു ഏജൻസി. സോഷ്യൽ വർക്കർ റീച്ച് ദ ഏജൻസി വെർ എ പ്രീ പ്ലാൻ മീറ്റിംഗ് വാസ് ഗോയിങ് ഓൺ. മീറ്റിംഗ് വാസ് അബൌട്ട് ദ ഏജൻസീസ് പെർഫോമൻസ്. പിന്നെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആസ് വെൽ ആസ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ് were presented in the meeting. The meeting finished with 1 hour. Workers met with the field work supervisor about the activity to be performed today. They suggested a workshop on RTC, that is Right to Education Act. They guided trainees to visit the agency and remind the community people about the today's workshop on the right to education. Then a social worker visited the community with a team of social workers of the agency. Trainees start the work in the community and ask the people to join in the workshop on right to education. After an awareness session in the community, trainee returned back to the agency. Then a workshop started about 2 p.m. There were a number of people who came from local community. 2 of the right to education activities were invited to the lecture on the importance of education. Pinne they defined the meaning and usefulness of right to education. Pinne observation institution was providing good support to the local people by spreading awareness and giving information on various schemes of government. ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെഷനകത്ത് എഴുതാൻ കിട്ടാഞ്ഞിട്ടാണ് നമുക്ക് എഴുതാൻ കിട്ടാതിരിക്കുകയാണ്. വർക്ക് ഡൺ നമുക്ക് വലിച്ചുവാരി എഴുതാൻ വേണ്ടി പറ്റും, പക്ഷേ ഈ കുട്ടിയുള്ള ഹെഡിങ്സിൽ എന്ത് എഴുതണം എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടീം വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ വർക്കർ ഡിഡ് ദ ടീം വർക്ക് വിത്ത് ദ സോഷ്യൽ വർക്ക് വിത്ത് ദി വർക്കേഴ്സ് ഓഫ് ദ ഏജൻസി ആൻഡ് ഓൾസോ ദ കമ്മ്യൂണിറ്റി പീപ്പിൾ. പിന്നെ വർക്കേഴ്സ് മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർ പീപ്പിൾ ഫോർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. പിന്നെ അസൈൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് വിസിറ്റ് ദ കമ്മ്യൂണിറ്റി ഫോർ ഡാറ്റ കളക്ഷൻ ആണ്. പിന്നെ ക്ലയൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് വൈൽ വർക്കിംഗ് ഇൻ ദ ഏജൻസി വർക്കേഴ്സ് ഫൗണ്ട് ദ പീപ്പിൾ വെർ നോട്ട് അവെയർ വിത്ത് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വർക്കർ ഡിസ്കസ് കംപ്ലീറ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ വിത്ത് ദ കമ്മ്യൂണിറ്റി അബൌട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കളക്ട് ദ ഡീറ്റെയിൽ ഫ്രം ദ പീപ്പിൾ യൂസിങ് ദ ഇൻ്റർവ്യൂ ടെക്നിക്സ്. കളക്ടിങ് ദ ഡീറ്റെയിൽ ഫ്രം ദ പീപ്പിൾ യൂസിങ് ദ ഇൻ്റർവ്യൂ ടെക്നിക്സ് ആണ്. പിന്നെ സോഷ്യൽ വർക്ക് ടെക്നിക്സ് യൂസ്. സോഷ്യൽ വർക്കർ ഹെൽപ്പ് ദ ഏജൻസീസ് ഇൻ ഓർഗനൈസിംഗ് ദ വർക്ക്ഷോപ്പ്. വർക്കേഴ്സ് ഓൾസോ അപ്ലൈഡ് ദ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ അബൌട്ട് സോഷ്യൽ വർക്ക് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഫീൽഡ് ഇൻസ്ട്രക്ഷൻ. Supervisor advises us to visit the community and collect the detail of the people who were interested in the blood donation. അപ്പോൾ ഈ ഒരു 10 വിസിറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് പിന്നെ എഴുതാൻ പോകേണ്ടത് ഇൻഡിവിജ്വൽ കോൺഫറൻസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ഫീൽഡ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ എഴുതാം. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഓരോ ഇയറിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാറുന്നതുകൊണ്ടേ ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക BSWയുടെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ സെഷനായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എഴുതാം. ലൈക്ക് ഡേ 1 കേസ് വർക്കിനെ കുറിച്ചിട്ട്, ഡേ 2 കുറിച്ചിട്ട്, ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണ്. ഇൻഡിവിജ്വൽ കോൺഫറൻസിൻ്റെ ഡേ 2 അകത്ത് ഗ്രൂപ്പ് വർക്കിനെ കുറിച്ച് എഴുതി, പിന്നെ ഡേ 3 അകത്ത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എഴുതി. അങ്ങനെ പാർട്ടിയായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കോൺഫറൻസ് എഴുതാവുന്നതാണ്. അപ്പോൾ MSW ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം.
ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് വാസ് കണ്ടക്റ്റഡ് ഓൺ ആ ഡേറ്റ് പെർട്ടിക്കുലറായിട്ട് മെൻഷൻ ചെയ്യുക. ടുഡേ ട്രെയിനിങ് സബ്മിറ്റ് റിപ്പോർട്ട് ഓഫ് ഇൻഡക്ഷൻ മീറ്റിംഗ് സബ്മിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ വിസിറ്റ് ആൻഡ് 10 കൺകറന്റ് വിസിറ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കും കറക്ഷൻസിൻ്റെ ഡിസ്കഷനാണ് നിങ്ങൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻഡക്ഷൻ മീറ്റിങ്ങിൻ്റെ അകത്തും ഓറിയൻറ്റേഷൻ വിസിറ്റിൻ്റെ അകത്തും എന്തെങ്കിലും കറക്ഷൻസ് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ലൈക്ക് ഒബ്സർവേഷൻസ് ഇൻ ലേണിംഗ് പാർട്ടിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പോൾ ഓറിയൻറ്റേഷൻ വിസിറ്റിൻ്റെ അകത്ത് ലേണിംഗ് പാർട്ട് കുറച്ച് കുട്ടിയായിട്ടാണ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർ അത് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാമായിരുന്നു എന്നുള്ള കറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഏത് ഇൻഡക്ഷൻ മീറ്റിങ്ങിനെ കുറിച്ചിട്ടും ഓറിയൻറ്റേഷൻ വിസിറ്റിനെ കുറിച്ചിട്ടും പറയാം. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസർ ഡിഡ് ദ കറക്ഷൻ ആൻഡ് ഗേവ് ഫീഡ്ബാക്ക് അബൌട്ട് ദ റിപ്പോർട്ട് റൈറ്റിംഗ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ ഓർഡർ ടു ഇംപ്രൂവ് നെക്സ്റ്റ് 10 days റിപ്പോർട്ട് സൂപ്പർവൈസർ ഗേവ് സജഷൻസ് ആൻഡ് ടിപ്പ് ടു ഇംപ്രൂവ് ദി പ്രാക്ടിക്കൽസ്. എന്തൊക്കെ ടിപ്സാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നത്തില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്യൂ ടോപ്പിക്സ് വെർ ഡിസ്കസ് ഫോർ ഫീൽഡ് പ്രാക്ടിക്കം, സം ഓഫ് ദം വെർ. അതായത് നെക്സ്റ്റ് നിങ്ങളുടെ 10 daysൻ്റെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് ചെയ്താം. പിന്നെ എൻ്റെ അകത്ത് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ അപ്പോൾ പിന്നെ കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ കോൺഫറൻസ് നന്നായിരുന്നു, കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക ഫസ്റ്റ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഡേ 1 ഇപ്പം ഞാൻ ഡേ 1 to 10 ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഐഡിയൽ ലേണിംഗ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.